ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. നമുക്ക് നമ്മളിന്ന് കിടക്കാച്ചി വിട്ടാണ് നമ്മൾ ടോപ്പ് റെക്കമെൻഡഡ് ഗൈസ് ഫയർ സ്ട്രൈക്ക് ഗൈസ്. നമ്മൾ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബട്ട് അതിന് കിട്ടി നമുക്ക് റെസ്പോൺസ്, ബട്ട് അത്ര ഇല്ലായിരുന്നു. കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഇതിൽ നമ്മൾ കുറച്ചും കൂടെ ലെങ്തി ആയ ഡ്യൂറേഷൻ എൻ്റെ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് തുടങ്ങിയിട്ടുണ്ട് ഗെയിം. ഇതിൽ നമ്മൾ മുമ്പ് കളിച്ചിട്ടുണ്ട്, അത് കണ്ടിട്ട് മാത്രം ഇത് കളിക്കുക. നമ്മുടെ ക്യാരക്ടറിനെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗണ്ണാണ്. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പുതിയൊരു ഗണ്ണും എടുക്കും ഗൈസ്. ഓക്കെ, നമ്മൾ എനിമീസിനെ കാണാൻ വേണ്ടി നമ്മൾ ഒരു റിയൽ ഓൺലൈൻ ഗെയിമാണിത്. ഇതിൻ്റെ വളരെ വയലൻസ് ആണെന്ന് ചോദിച്ചാൽ വയലൻസ് ഒന്നുമില്ല ഗൈസ്. പക്ഷേ അതെ, നമുക്ക് റീസ്പോൺ ഉണ്ട്. റീസ്പോണിന് എണ്ണമൊന്നുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും റീസ്പോൺ ആവുക, അത്രേ ഉള്ളൂ. നമ്മളിതിൽ ലാസ്റ്റ് വിക്ടറി ആണോ ഇല്ലെന്ന് ഇതിൽ തന്നെ കാണിക്കും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, എനിമി ഇത് കാരണം എന്ന് പറഞ്ഞാൽ അവന്മാർ അവിടെ തന്നെ റീസ്പോൺ ആവും, അതാണ് വിഷയം. അതുകൊണ്ട് കൊന്നുകൊണ്ടേ ഇരിക്കണം. തോക്കിൻ്റെ ബുള്ളറ്റ് ചെയ്യുന്നാൽ മറ്റുള്ളവരുടെ നിന്ന് എടുക്കുക, അതാണ് ഒരു നല്ല കാര്യം. ഞാൻ ഹെയർ കട്ട് ചെയ്തു, നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ? കണ്ടില്ലെങ്കിൽ എൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസിൻ്റെ ട്രാക്ടർ ജി അല്ലേ, ചാർജി എടാ, സ്ട്രാറ്റർജി. ഓക്കെ, ഇതിൽ നമ്മൾ ഒളിച്ച് എന്ന് വേണം, എന്നാലും നമ്മൾ നേരെ വഴിക്ക് പോകണം. അതായത് ഇതിൽ നമ്മൾ നേരെ തന്നെ ആണ് കളിക്കുന്നത്. ഇപ്പം നമുക്കിനി കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള വഴിയെന്ന് വെച്ചാൽ നമ്മളിനി നേരെ പോയി നേരിൽ അടി കൊടുക്കണം കേ. പക്ഷെ അങ്ങനെ ഇടുമ്പോൾ നമ്മുടെ തോക്കിൻ്റെ ബുള്ളറ്റ് ചെയ്യുന്നാലും നമുക്ക് ഈ ചത്ത് കിടക്കുന്ന ടീം മെമ്പേഴ്സിൽ നിന്ന് നമുക്ക് നമ്മുടെ തോക്ക് പുള്ളാക്കി എടുക്കാൻ പറ്റുമെന്നില്ല, അവരുടെ തോക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ആദ്യം ഓക്കെ, ഷൂട്ട് നമ്മളിന്ന് ഹീൽ ചെയ്തിട്ടുണ്ട്. അയ്യോ എൻ്റെ വയലിന് ചിപ്സ് കഴിപ്പോയി, സോറി. ഓക്കെ, ഇപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത്ര ഹെൽത്ത് കുറയില്ല, പിന്നെ ഇങ്ങോട്ട് കയറിയവന്മാരെ ടെക്ക് ഡൗൺ ചെയ്ത് വിടാനും പറ്റും. അതാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം. പിന്നെ നമ്മുടെ തോക്കിൽ ബുള്ളറ്റ് ഇല്ലെന്ന് പറയുമ്പം നമ്മൾക്ക് വേണ്ട, ഒന്നി അവന്മാർ ഇങ്ങോട്ട് വന്ന് അടുത്ത് വന്ന് ചാവണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി അവന്മാരുടെ അടുത്ത് വെച്ച് കൊല്ലണം, എന്നാലേ അവന്മാരുടെ തോക്കെടുക്കാൻ പറ്റുള്ളൂ. അതാണ്, അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് തന്നെ ആ തോക്കെടുത്തോണ്ടങ്ങ് പോകും അവന്മാരുടെ യൂസിന് വേണ്ടി. ഇത് കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം തോക്കെടുക്കാൻ, അല്ലാതെ നമ്മൾ ദൂരത്തെ വെടി വെച്ചിട്ട് അങ്ങോട്ട് പോയി എടുക്കാൻ നോക്കിയാൽ പറ്റില്ല. ചവറ ബൈ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചത്ര ഇനി കാര്യമില്ല. ചത്താൽ നമ്മൾ റീസ്പോൺ ആകും ബൈ. ഓക്കെ, നമ്മൾ ഇനി കാര്യമില്ല ചത്ത്. ഓക്കെ, ദാണ്ടാ ഇങ്ങനെ ചെന്ന് വെടി വെക്കുന്ന സമയത്ത് നമുക്ക് ധൈര്യമുണ്ട്, നമ്മളെ പേടിക്കും അവന്മാർ. ഓക്കെ, ചത്ത് ഓക്കെ, അത്രേ ഉള്ളൂ. ആൾക്കാർക്ക് അറിഞ്ഞുടങ്ങിയും പറയാം, ഈ താഴെ കാണുന്നതാണ് നമ്മുടെ ഹെൽത്ത് ബാർ. ഓക്കെ, ആ ഹെൽത്ത് ബാറിൻ്റെ തൊട്ട് മേളിൽ ഒരു 4 വൈറ്റ് കട്ടകൾ കണ്ടില്ലേ? അത് തീരുമ്പോഴായിരിക്കും നമ്മുടെ ഹെൽത്ത് ഡാമേജ് ആവുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്, മനസ്സിലായോ? അതായത് ആ വൈറ്റ് കട്ടകൾ തീരും തോറും നമ്മുടെ ഹെൽത്ത് വൈറ്റ് കട്ടകൾ തീർന്നതിന് ശേഷം മാത്രമേ നമ്മുടെ ഹെൽത്ത് ഡാമേജ് ആയി തുടങ്ങുള്ളൂ, നമ്മുടെ ഹെൽത്ത് ബാറിൽ നിന്ന് ഹെൽത്ത് പോവുള്ളൂ. അതാണ് സംഭവം. ഓക്കെ, കണ്ട ഇങ്ങനെ നിന്ന് ഹെഡ്ഷോട്ട് അടിച്ച് നമുക്ക് കൊല്ലാൻ പറ്റും, എന്നാലേ നമ്മളവന്മാർ പേടിക്കുള്ളൂ, മനസ്സിലായോ? നമുക്കല്ലെങ്കിൽ ധൈര്യമാണല്ലോ, നമുക്കുണ്ട പേടി. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് ആൾക്കാരെ കൊല്ലണം. ഓക്കെ, ഇപ്പോൾ നമ്മളെ മാക്സിമം അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ച് നമ്മളിവന്മാരെ കൊല്ലുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗണ്ണ് എടുക്കാൻ പറ്റും. നമ്മുടെ താഴെ കാണിക്കും ഗണ്ണ് ഉണ്ട്, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ഗണ്ണ്. അതായത് നമ്മുടെ ഉള്ള ഗണ്ണ് കൊടുത്തിട്ട് മറ്റേ ഗണ്ണ്, ഉള്ള ഗണ്ണ് അവിടെ ഇട്ടിട്ട് മറ്റേ പുതിയ ഗണ്ണ് എടുക്കും. അയ്യോ, ഇതിൻ്റെ താഴോട്ട് കയറാൻ പറ്റില്ലേ? അവന്മാരറിയാതെ നമുക്ക് ഇതിലോട്ട് കയറാം. ഇത് അവന്മാരുടെ സ്ഥലമാണ്. അയ്യോ, അടുത്ത് വന്നിട്ട് ചത്തു. ചത്ത് ബാക്കിൽ നിന്നൊന്ന് അടിച്ചിട്ട് ഇങ്ങനെയാണ്. പിന്നെ നമുക്കില്ല ആഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ റാങ്ക് 4 ആണ്. ഓക്കെ,
അത് ഞാൻ മുമ്പ് കുറേ കളിച്ചിട്ടുണ്ട്. കുറേ അല്ല, ഇന്നലെ അല്ല, ഒരു 2 ദിവസം മുമ്പ് കളിച്ചിട്ടുണ്ട്. അങ്ങനെ റാങ്ക് 4 ആക്കി വെച്ച് ലെവലുണ്ട് അത്ര ഉള്ളു. ബ്ലൂ കളർ കാണിക്കുന്ന അമ്മമാരുടെ ടീമാണ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് പൊസിഷനാണ്. സെക്കൻഡ് പൊസിഷൻ ഫസ്റ്റ് അടിക്കണം കഴിച്ചത്, അതേപോലെ ഫസ്റ്റ് അടിക്കണം. പിന്നല്ല, അതേ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയാം, ഇതാണ് നമ്മുടെ ലോബി. ഓക്കെ, ലോബി, ഇത് നമ്മുടെ ബോഡി, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം എൻ്റെ കയ്യിലിട്ടേക്കണം എൻ്റെ വാച്ച്. ഇപ്പം നമ്മൾ ഓക്കെ, നമ്മുടെ പ്ലെയേഴ്സാണ് നോക്കണം. പ്ലെയേഴ്സിൽ ഇല്ല നമ്മളില്ല ഗൈസ്. ഏറ്റവും അടി കാണും ഗൈസ്, ഏറ്റവും അടിയിലായിരിക്കുമല്ലോ നമ്മൾ, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കുമല്ലോ ട്രോഫീസിൽ. ദാണ്ട് കിടക്കുന്നടാ. അല്ലടാ, നമ്മളല്ല ഗൈസ്, ചമ്മി. നമ്മളെ വീണ്ടും കളിക്കാൻ കയറിയിട്ടുണ്ട് ഗൈസ്. ഗെയിം ഓക്കെ, പുതിയ മാപ്പ് ഗൈസ്. ഓക്കെ, ഇത് തുറക്കാൻ പറ്റൂല ബ്രോ. പിസ്റ്റൽ കത്തിയൊന്നുമില്ല. നമ്മുടെ ഇതുവഴി പോകാൻ പറ്റുമോ? പറ്റുമോ? സീൻ ഗെയിം ഡിസ്റ്റോട്ട് ഫയർ സ്ട്രൈക്ക്. തോണ്ടിയാണ് അമ്മമാരറിയാതെ ഈ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. കാരണം നമുക്ക് അതിൽ കൂടെ ശബ്ദം എന്ന് പറഞ്ഞാൽ വേണ്ട, ഫാനിട്ടൊക്കെ ശബ്ദമാണ് വരുവായി കാറ്റിൻ്റെ. ഓക്കെ, നമുക്ക് നമ്മളിപ്പം ഈ തൂണിൽ ഒളിച്ച്, ഇപ്പം അവനെ കൊന്നില്ലേ നമ്മൾ, ഇനി നമ്മൾ ഈ തൂണിൽ ഒളിച്ച് നിന്നില്ലെങ്കിൽ അവന് മനസ്സിലാവും നമ്മളിവിടെ ഉണ്ടെന്ന്. ഇനി ഇവിടെ നമ്മളെ കാണാത്തപ്പോൾ അവൻ വിചാരിക്കും നമ്മൾ ഇറങ്ങി പോയി, എന്നിട്ട് അവൻ കാണാതെ വീണ്ടും അവൻ തന്നെ കൊല്ലാൻ. വാട്ട് സ്ട്രാറ്റജി അല്ല സ്ട്രാറ്റജി. ഓക്കെ, നമ്മൾ താഴോട്ട് പോകണം. അതിന് നമുക്ക് ചാടിയാൽ മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ചാടിയാൽ മതി, എത്രയുള്ളൂ. ഇപ്പം നമ്മുടെ ബുള്ളറ്റ് കുറഞ്ഞിപ്പോൾ റീഫില്ലായി ബുള്ളറ്റ്, കാരണം അത് ഇത് പുതിയതൊക്കെ. ഓക്കെ, ഇപ്പം വീണ്ടും ബുള്ളറ്റ് റിസ്റ്റോറായി. കണ്ട കൊല്ലണവന് അത്ര കണ്ട. ഇത് നിങ്ങൾക്ക് കളിച്ചിട്ടില്ലെങ്കിൽ ഫയർ സ്ട്രൈക്ക് ഡൗൺലോഡ് നൗ ഗൈസ്. പൊളി ഗെയിമാണ്, കിഡു ഗൈസ്. അത്ര നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇഷ്ടപ്പെടും ഗൈസ്. അമ്മാതിരി ഗെയിമാണ്, ഒരു രക്ഷയില്ല, കിഡു ഗെയിം. ഒന്ന് കളിച്ചു നോക്കണം. ഇവിടെ ചത്തള കുത്തി. ഓക്കെ അമ്മാരെവിടെ? ഇവിടെ ബാക്കിന്ന് വെടി. കൊല്ലു. എയിം യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ എയിം യൂസ് ചെയ്ത് ഈ ഫ്രീ ഫയറിലൊക്കെ എയിം യൂസ് ചെയ്യുന്നതല്ല. നമ്മൾ സൂം ചെയ്ത് കയറാനൊന്നും പറ്റത്തില്ല. സൂം ചെയ്ത് കയറുന്ന സ്കോപ്പ് വേറെ സ്കോപ്പാണ്. നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന സൂം ചെയ്ത് കയറുന്ന സ്കോപ്പല്ല. ഓക്കെ, വേറെ സ്കോപ്പൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ സൂം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് അങ്ങനത്തെ സ്കോപ്പല്ല ഇതിലിട്ടേക്കണേ, അതുകൊണ്ടാണ് സോറി ഗൈസ്. ഇപ്പം സ്കോപ്പ് ഊരിയിട്ടൊക്കെയാണ്. ഗെയിമിൻ്റെ ലോബി ചെന്ന് ചില സെറ്റിങ്സ് ക്ലിക്കണം. നമ്മളെ ഇതല്ല, ഇപ്പം നമ്മൾ ഇത് ഊരിയിട്ടൊക്കെയാണ്. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ചുണ്ട് പൊട്ടി ഗൈസ്. അയ്യോ, എൻ്റെ ചുണ്ട്. ഓക്കെ എടാ ഓക്കെ വെടി വെച്ച് അവിടെ പുതിയ തോക്കെടുത്തിട്ടുണ്ട്. ഇത് വെടിവേ അത്രേ ഉള്ളു. വരുവേ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്, സോറി ഗൈസ്. ഇനി ഇൻട്രസ്റ്റിങ്ങിലോട്ട് കൊണ്ടുപോകണം ഗൈസ് കളി. ഓക്കെ ഇനി അവനെ വെടിവെക്കാൻ പറ്റില്ല, പോയി. ഇനി ഓക്കെ നിങ്ങളിത് ഞാൻ ഇനി എന്ന് പറയുന്നേ ഉള്ളൂ. നിങ്ങൾ കളിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും തോന്നില്ല. കമൻറ്ററി പറയുമ്പോൾ തോന്നൂല ഗൈസ്. സീരിയസ്ലി പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അമ്മാതിരി കിഡു ഗെയിം, ഇങ്ങനെ ഒരു ഗെയിമുണ്ട്. എനിക്ക് സീരിയസ്ലി പറഞ്ഞാൽ ഫ്രീ ഫയറിനെക്കാട്ടി ഇഷ്ടപ്പെട്ട ഇതാണ് ഫയർ സ്ട്രൈക്ക്. പൊളി ഗെയിം ഗൈസ്. ഈ വീടല്ല, ഇതേപോലത്തെ വേറെ ഒരു വീട് നമ്മുടെ ഫസ്റ്റ് പാർട്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് പാർട്ടി ഇട്ടിട്ട് ഇപ്പോൾ 1 വർഷമായില്ല, മാസങ്ങളായി കാണുന്നു. ഞാൻ നോക്കിയില്ല, അത് കാണും, എനിക്കറിഞ്ഞൂടാ. അതിൽ നിങ്ങൾക്ക് കമൻറ്റൊക്കെ ഭയങ്കര കുറവാണ്. കമൻറ്റ് ഇടുക, കമൻറ്റൊക്കെ ഭയങ്കര കുറവാണ്. ടോട്ടൽ കമൻറ്റ്സിൽ 30 എത്രയോ കമൻറ്റേ വന്നിട്ടുള്ളൂ ഗൈസ്.
അതുകൊണ്ട് ഇനിയും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക മെയിൻ. ഓക്കെ, പിന്നെ ലൈക്സും കുറവാണ്. ലൈക്കും കൂടി ഒന്ന് അമർത്തിയാൽ പോരെ നിങ്ങൾക്ക്, വേറൊന്നും വേണ്ടല്ലോ. ഓക്കെ, അവന്മാർക്ക് പേടി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു ടീം മെമ്പർ ഇവിടെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യണം. കണ്ടാ ചങ്കുറ്റത്തോടെ വന്ന് എല്ലാം അടിച്ചു. കണ്ട അത്ര ഉള്ളു ഗൈസ്, അത്രേ ഉള്ളൂ. അത്ര ഉള്ളു ഗൈസ്. 5 പേരെ ഒറ്റ അടി ഗൈസ്, 5 പേരെ ഒറ്റ അടിക്ക് വന്നു ഗൈസ്. അത്ര ഇപ്പം അവൻ നമ്മളെ നോക്കി സല്യൂട്ട് അടിക്കുന്നുണ്ടാവും. പിന്നല്ല. ഓക്കെ, 1 2 3 ഇത് അറിയാലോ. വിക്ടറി ഗൈസ്, എന്തായാലും വിക്ടറി. വീണ്ടും റേഞ്ച് ഉണ്ടാ. 1421 വേഴ്സസ് 586. അത്രേ ഉള്ളു. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് എടുത്ത്. ഇതിൽ നമ്മുടെ ടീം റാറ്റൽ സ്നേക്കാ അങ്ങനെ എന്തോ തന്നെ. ഓക്കെ, നമ്മൾ ഇമ്പർട്ട് നമ്മളെ ഫസ്റ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. 27 കില്ല്. അത്രേ ഉള്ളു. നമ്മൾ കിടുവാണെന്ന് നിങ്ങൾക്ക് പണ്ടറിയാലോ. ടേക്ക് 2x എടുത്താൽ പരസ്യം പറ്റും. അതുകൊണ്ട് നമ്മളെ പരസ്യത്തിനെ നിരോധിച്ചിരിക്കുന്നു വീഡിയോയിൽ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് പഴയ മാപ്പാണ്. ഓക്കെ, എടാ ഇവിടെയൊക്കെ നിന്ന് നസ്റ്റ് അടിക്കണടാ. ഇവിടെയൊക്കെ ഒന്ന് വെടിവെച്ചപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ. അത്രേ ഉള്ളു ഗൈസ്, കിടുവാണ് നമ്മൾ. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ ചെന്ന് അടിയിൽ കൂടെ ചെന്ന് കയറി വെടിവെച്ചിടാം അവന്മാരെ. ഓക്കെ, ഇപ്പം അവന്മാരെ കാണാത്തതെന്ന് വെച്ചാൽ അവന്മാരുടെ ടീം ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. ജോയിൻ ആകുമ്പോൾ ഓക്കെ ജോയിനായി. ഇപ്പോൾ വെടി തുടങ്ങും. ഓക്കെ, അവന്മാരുടെ എനിമീസ് വന്നു. അവന്മാരുടെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്, അവന്മാർ ഓപ്പോസിറ്റ് സൈഡ്. അതിൻ്റെ മാപ്പ് ഞാൻ താഴെ കാണിച്ചേക്കാം. ഇതായിരുന്നു ഉണ്ടാവുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഗണ്ണിന് നല്ല പവറുണ്ട്. എടാ അവന്മാരുടെ തട്ടുകത്തി കയറി തല്ലിക്കൊല്ലും ഗൈസ്. അത്രേ ഉള്ളൂ. അതാണ് ചത്ത്. ഓക്കെ, ഇനി നമ്മൾ വേഗം കളി തീർന്നിരുന്നെങ്കിൽ എനിക്ക് വീഡിയോ ഓർത്തിപ്പോയി കിടന്നുറങ്ങായിരുന്നു. ഓക്കെ, നമുക്ക് നേരെ ഇത് നിങ്ങൾക്ക് എൻ്റെ ഫോം അറിഞ്ഞു. ഇത് നിങ്ങൾക്ക് കുറച്ച് പാടാണെന്ന് എനിക്കറിയാം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഇനി വല്ല വിഷയം ഉണ്ടാവും ഗൈസ്. എല്ലാ തലയോട്ടി പൊട്ടുന്ന ഹിറ്റ്സാണ് ഞാൻ അടിക്കുന്നത്. അത്രേ ഉള്ളൂ. വീണ്ടും എനിമീസ്. ഈ എനിമീസ് അതാണ് പ്രശ്നം. റീസ്പോൺ ഡയറക്റ്റ് ഡെത്തെന്ന് പറഞ്ഞില്ല. അതിന് മുമ്പേ നമ്മൾ ഡെത്തായി. ചാടർ ഇറങ്ങടേന്ന്. ഓക്കെ, ഈ സെല്ലിൻ്റെ അകത്ത് എന്തോന്നുണ്ട്. നമ്മൾ ഫൈറ്റിന് വേണ്ടി പോകണം. അല്ലെങ്കിൽ ഞാൻ നോക്കിയാണ് സെല്ലിൻ്റെ അകത്ത് എന്തോന്നിടോ. കണ്ട പിന്നെ ഡയറക്റ്റ് അലേർട്ടായ പിന്നെ പറയണ്ട, നമ്മളവന്മാർ കൊല്ലും. അതുകൊണ്ട് ചാടി കയറി ഒന്ന് കൊല്ലുക. അത്ര ഉള്ള വഴി. ചാവാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ചാവും. ഞാൻ എന്ത് ചെയ്യാനാണ് അല്ലേ? ഓക്കെ ബലവേ നമ്മുടെ അപ്പുറത്തെ ടീമിൽ ഉള്ളവരെ നമുക്ക് ഫ്രണ്ടാക്കാൻ പറ്റും. ഫ്രണ്ടായിട്ട് ഓൺലൈനിൽ കിടക്കും. അത്രേ ഉള്ളൂ. അവിടെ ചത്തറ ബാക്കിൽ നിന്ന് അടിച്ച് നീയൊക്കെ ഒരു മനുഷ്യനാണോ? മുമ്പിൽ നിന്ന് അടിച്ചിട്ടാ. അത്രേ ഉള്ളൂ. ചുമ്മാ പറ്റും. അയ്യോ ചാടി ടേക്ക് ഡൗൺ. അത്രേ ഉള്ളൂ. അവൻ വായി നോക്കി എവിടെ അവൻ പറഞ്ഞു. ഓക്കെ ഇത് റിയൽ പ്ലെയേഴ്സാണ് വൈ. വീണ്ടും കയറാം ഗൈസ്, എങ്ങനെ ഈ മേൽക്കൂരയുടെ മേളിൽ ഇതുവരെ ആര് കയറുന്ന ഞാൻ കണ്ടിട്ട്. ഈ ഫയർ കയറി കണ്ടാ കൊള്ളല്ലേ. ഓക്കെ, ബാക്കെടുത്ത് കുത്ത്. ലൈഫ് ഓടി. ബാക്കിലാരും ഇല്ല. ബാക്കിൽ നിന്ന് അടിച്ചിട്ടാൽ നമ്മൾ കണ്ട എന്ന് പറഞ്ഞ് മേൽക്കൂരയിൽ ഉരുണ്ട് പോവും. അതുകൊണ്ട് റെഡി ആവാനുള്ളതാണ്. അങ്ങറ്റൊരുത്തോണ്ട് പക്ഷെ എയിം ചെയ്യാൻ പറ്റണ്ട. എയിം ചെയ്തടിച്ച് എടാ നല്ലതായിട്ട് കുറഞ്ഞടാ. ചാവൂടെ ഇപ്പം ജസ്റ്റ് സൈസ്. ഇപ്പം ചത്തന
അവന്മാർ നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഓക്കെ ബൈ ദ ബൈ അവന്മാരുടെ ഇരിക്കുന്ന ഡിസ്റ്റൻസ് കൂടുതലുള്ള ഗണ്ണാണ് പറഞ്ഞു. കൂടുതൽ പെട്ടെന്ന് ചാവും. ഓക്കെ ഇനി ഓക്കെ 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 വീണ്ടും എൻ്റെ വണ്ടിയിൽ കയറാം. വീണ്ടും എൻ്റെ വണ്ടിയിൽ. ഓക്കെ നമ്മുടെ ടോക്കിൻ്റെ ബുള്ളറ്റ് തീർന്നാൽ പേടിക്കണ്ട. ഞാൻ പണ്ടത്തെ കളിയിലൊന്നും ഫസ്റ്റ് എപ്പിസോഡിലൊന്നും ഒട്ടും ഇതല്ലായിരുന്നു, ഓർമ്മ. ഇനി അറിഞ്ഞോടില്ല കളി എങ്ങനെ കളിക്കണമെന്നൊന്നും. ഞാൻ ഈ ബുള്ളറ്റ് തീർന്നാൽ കത്തി കൊണ്ട് അടിയോടും ആ ഒരു ലെവലിലോട്ടാവും. ഇനി നമുക്ക് ഇൻ്റെ വണ്ടിയിൽ കയറാൻ തോന്നുന്നു. കയറുക. ഓക്കെ എനിമീസിനെ മാപ്പിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ അവിടെ എനിമീസ് നോക്കേ. നമ്മുടെ തോക്കൊന്ന് റെഡിയാക്കണം. ഇങ്ങോട്ട് വല്ല വഴി ഉണ്ടാടെ ഈ ബിൽഡിങ്ങിലെല്ലാം? ഉണ്ട്. അവന്മാരറിയാതെ കയറണം കഴിച്ചു. അവന്മാരാരും കണ്ടിട്ടില്ല. ഓടാ കണ്ട സൈഡിൽ നിന്നൊരുത്തം കണ്ട് ബാക്കിൽ നിന്ന് കേൾക്കണം. എടാ ഓക്കെ വട ഈ അത്ര വിളിച്ചു. വീണ്ടും ഡിഫറൻസ്. ഇപ്രാവശ്യം 3712. അവൻ 565. ഓക്കെ ഇപ്രാവശ്യം നമ്മൾ തേർഡ് എന്തോ പാടായിപ്പോയി കേട്ടാ. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കളിക്കാം, എന്നിട്ട് നമുക്ക് വീഡിയോ നിർത്താം. ഓക്കെ നമ്മുടെ പുതിയ ഗോൾഡ് ഗൈസ്. ഗോൾഡ് ഓക്കെ ഗോൾഡ്. നമ്മുടെ തോക്കൊന്ന് നോക്കാം, പറ്റുമെങ്കിൽ തോക്ക് വാങ്ങിക്കാം. ഓക്കെ ഇതാണ് നമ്മുടെ ഗണ്ണ്. നമ്മൾ ഈ തേർഡ് കിടക്കുന്ന ഏതാ? ഡിസ്റ്റൻസ് ഉണ്ട്. എടാ പോളാ വേണ്ട. ഇത് സെക്കൻഡ് ഗണ്ണാണ്. ഇത് 3 നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. ഇനിയും ഫയർ സ്ട്രൈക്കിൻ്റെ വീഡിയോസ് ഉറപ്പായിട്ടും വരും ഗൈസ്. കാരണം ഇഷ്ടപ്പെട്ട കൊള്ളണം നല്ല ഗെയിം. ഓക്കെ നമ്മൾ എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ ഉറപ്പായും കാണുക. ഓക്കെ ഈ ഗണ്ണിനൊക്കെ എല്ലാം ഡാമേജ് ഒന്നാട്ടാ. ഇതിന് നമ്മൾ റെഡി ആയിട്ടുണ്ട്. വാങ്ങിച്ചാലോ? അതിനൊക്കെ ഭയങ്കര വിലടാ. ഇത് വാങ്ങിക്കല്ലേ? നമ്മുടെ അതിന് മേളിൽ പൈസ ഉണ്ട്, വാങ്ങിക്കാം. ഓക്കെ വാങ്ങിച്ചു ഗൈസ്. ഇനി ഇതേ നമ്മൾ മുമ്പൊക്കെ നമുക്ക് മറ്റേതേ കിട്ടുള്ളൂ. ഇപ്പം ഇത് കിട്ടും. നമ്മൾ വരുമ്പോൾ തന്നെ, അതായത് നമ്മൾ സ്പോൺ ആകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഇതായിരിക്കും, ഈ ഗണ്ണായിരിക്കും ഉണ്ടാവാറ്. ഓക്കെ ഇപ്പം നമുക്ക് വേറെ വല്ലതും കിട്ടുമോ? വേറെ അപ്ഗ്രേഡിങ് മിഷൻസ്. ഓക്കെ സ്കൂപ്പാണ് ഗൈസ്. നാഷണൽസ് ഇതെങ്ങനെ വാങ്ങിക്കണം? എങ്ങനെ വാങ്ങിക്കണം എനിക്ക് അറിഞ്ഞൂടാ. അന്നേരം വാങ്ങിക്കായിരുന്നു. ADG എന്തൊരു L. ഓക്കെ സീരിയസ്ലി. ഓക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഇത് കാണിക്കുന്നുണ്ട്. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. കുറച്ച് പൈസ നമ്മളിപ്പോൾ 1300 സംതിങ് ഉണ്ട്. ഓക്കെ ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാമേജിന് ഒരനക്കവും ഇല്ലടേ. 110 തന്നെ ഇപ്പോഴും. ഓക്കെ ഇതിൻ്റെ ഈ ഫ്ലാഷ് ലൈറ്റ് നോക്കാം. ഫ്ലാഷ് ലൈറ്റ് പരിവയൊന്നും വാങ്ങിക്കൂല. എനിക്ക് തോന്നുന്നു നമുക്കിനിയേ നമ്മുടെ പുതിയൊരു ഗണ്ണ് വാങ്ങിച്ചല്ലോ. ഇനി പിന്നെ കാണാം അല്ലേ? അത് തന്നെ പിന്നെ കാണാം ഗൈസ്. ബൈ ഗൈസ്. എനിക്ക് വയ്യ ഗൈസ്. സോറി ഗൈസ്. നടുവേന ഗൈസ്. ബൈ ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ മടിയായിട്ട് വീഡിയോ എടുക്കണം. ഓക്കെ ഗൈസ് ബൈ.